ലോണിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്താണ്? ഫിനാൻസ് മേഖലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇത് എനിക്ക് ചോദിക്കാനുള്ളത്. ബിസിനസ് ലോൺ അവൈൽ ചെയ്യുന്നതിന് നമ്മൾക്ക് നമ്മുടെ ബിസിനസിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. ഒന്ന് പാർട്ട്ണർഷിപ്പ്, പ്രൊപ്പറേറ്റർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 3 എന്റിറ്റിയുടെയും ഡോക്യുമെന്റേഷൻ ഡിഫറൻസ് ഉണ്ട്. അതനുസരിച്ചുള്ള ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ലോൺ കൊടുക്കാൻ പറ്റും. അതിൽ ഡോക്യുമെന്റിൽ ഡീപ്പായിട്ട് നമ്മൾ ഇൻഡെപ്ത് ഡോക്യുമെന്റിലേക്ക് പോകുമ്പോൾ GST രജിസ്ട്രേഷൻ, ബാങ്കിങ്, അതുപോലെ കറണ്ട് അക്കൗണ്ട് ഉള്ള ബാങ്കിങ്, അതുപോലെ ലൈസൻസുകൾ, ഇതെല്ലാം MSME ലൈസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡറബിൾ ആണ്. പല പ്രോഡക്റ്റുകളുണ്ട്. ചില ചില ഡോക്യുമെന്റ് ഇല്ലാത്ത കേസിൽ ചില കേസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ITR ഇല്ലാത്ത കേസിൽ NBFC ഒക്കെ ഇപ്പോ എനിക്ക് GST ഒക്കെ വെച്ച് ചെയ്യുന്ന NBFC-കളുണ്ട്. ഇപ്പൊ ബാങ്കിന് നമ്മളൊരു ബിസിനസ് ലോണിന് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ടേൺ ഓവർ അറ്റ് ദ മൊമെന്റ് 1 crore ആണ്. 1 കോടി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് NBFC-യിൽ അവൈൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് അതിന്റെ ഓരോ എന്റിറ്റി അനുസരിച്ച് ഡോക്യുമെന്റേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അറിയാനായിട്ട് താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക്